രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ. ഇതാര്? എന്നെ മനസ്സിലായോ? അതൊന്നും പറഞ്ഞേ, ആരാന്നൊന്ന് പറഞ്ഞേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പ്രായപ്പോ ഓർമ്മയൊക്കെ പോയി തുടങ്ങിയില്ലേ? ഞാൻ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ, ബെന്നി, 2012. മനസ്സിലായി. നീയോ? അയ്യോ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ പോലീസിലാ? പോലീസിലേക്ക്. എങ്ങോട്ട് രാത്രി? ഇന്ന് എന്റെ മോന്റെ കല്യാണായിരുന്നു. ഇതെന്റെ മരുമോളാ. രാത്രി ആയിപ്പോ അമ്മയെ കാണുന്നു. അയ്യോ പാവം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങോട്ടാ? സ്ഥലം എവിടെയാ? വൈപ്പിൻ ഭാഗത്തേക്കാ. നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോണേ? ഈ കുട്ടിയുടെ അമ്മയുടെ നിങ്ങൾ? അയ്യോ, അവൾ നമുക്ക് തീരെ വയ്യ. രാത്രി യാത്രയൊന്നും പറ്റില്ല. അതാ. എന്താ ടീച്ചർ, വണ്ടിക്ക് ഒരു മാറ്റമില്ലല്ലോ? ഇവന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. 2 തവണ ടെസ്റ്റ് എടുത്തിട്ടാ ഇവൻ പാസ്സായത് തന്നെ. സ്റ്റിയറിംഗുമ്മ കൈ പിടിച്ച അപ്പ തുടങ്ങും കൈവറ. ഓ, ഇവനെ പോലെ ഒരു മരക്കഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ, ഞാനിപ്പോ ഒരു എസ് ആണ്. എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞോളെ? പണ്ടിവന് ചിറ്റേപ്പാടത്തെ വഴി കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പേ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. അപ്പം തുടങ്ങിയത് അവന്റെ കൈവറ. വണ്ടി അടുത്തേക്ക് വന്നപ്പോണ്ടല്ലോ ഇവൻ സ്റ്റിയറിംഗ് ഒരു ഒറ്റ വെട്ടിക്കല. വണ്ടി നേരെ കണ്ടത്തില്ല. അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ. ടീച്ചർ ഒന്ന് ഊതി, ഒന്ന് ഊതിക്ക്. ഊതി ടീച്ചറെ. അത് ശരി. ടീച്ചർ 2 കീച്ചുണ്ടല്ലേ? ഞാൻ അത് അല്ല ബെന്നി, അത് സാറേ, ആ വളവ് വരെ എന്റെ മോളാ ഓടിച്ചത്. ഞാനത് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ശരി, ടീച്ചറോട് മാറിയെന്നേ. ഒന്ന് മതി. ടീച്ചറേ, മെഷീൻ കേടാണ് സാറേ. കേടാ? വെള്ളം അടിക്കണേ ശരീരത്തിന് കേടാ. പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇതിപ്പോ 10,000 20,000 കിട്ടേണ്ടി വരും. അല്ല, അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ ബെന്നി, അല്ല ബെന്നി സാറേ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറല്ലേ, ഒറ്റ തവണ പരിഗണിച്ചൂടെ? അതൊന്നും നടപടിയാവണ കേസല്ലെന്നേ. നീയും വിട്ട് ഒരു പരിപാടിയില്ല. ബന്ധം സ്വന്തം നോക്കാൻ പറ്റുന്നില്ല. പഴയ പേടുത്തോണ്ട് ബെന്നിയൊന്നല്ല ഞാൻ. ഈ കാക്കി ദേഹത്ത് കയറിയപ്പോ ഞാൻ ഇങ്ങനെയാ. പോയി കിട്ടി. ഇതേതാ സ്ഥലം മനോജ് ചേട്ടാ? ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് പറഞ്ഞു നേരെ പോവാൻ. നോക്കിയേ. ഏതോ സ്ഥലത്തി റോഡോട് പോയി മനോട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അയ്യോ, എന്തുട്ടുണ്ടായി? അമ്പിളിയുടെ വീട് പുഴയെടുത്ത് പോയാ? ഈ ജീപ്പിന് ഒരു വാതിലൂടെ വേണം. ബുദ്ധിമുട്ടാണല്ലോ. എന്റെ മനോജ, എപ്പ വണ്ടി ഓടിച്ചാലും നീ പരാജയണല്ല. എന്റെ അളിയെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ലേ വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞു നേരെ പോയാ മുങ്ങിച്ചാവും. ഇങ്ങട്ടാ അളിയ ഒരു ഐഡി പറയട്ടെ. ഞാൻ മൂത്രച്ചിട്ട് ആർക്കാണ്ട് വേഗം വന്നോട്ടാ. 100%. നീ ആദ്യം വഴി കണ്ടു പിടിക്കും. സാധനം ഇരിപ്പുണ്ട് അടിക്കാൻ. അവിടെ ചോദിക്കും. ആരോമല്ല സാധനം ഇരിപ്പ്. എന്റെ തലമുണ്ടൻ കിട്ടിയില്ലേ? ഇവിടെ മൊത്തം വരുന്നവനല്ല. സോറി ഹാപ്പി സോറി പറഞ്ഞല്ലേ? 3 സോറി പറഞ്ഞല്ലേ? ഒരു മിനിറ്റ് നിക്ക്. എന്റെ മോന്തമ്മ മൂത്രം വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവണേ, മനസ്സിലായ? ഇതിനൊക്കെ
ഒരു ശബ്ദം കേൾക്കണത് പുള്ളി ആരോട്ട് തോട്ടി പിടിച്ചെന്ന് തോന്നണട്ടാ. വാ 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 വാ. രാത്രി 8 പോരാ. ആരളിയവന്മാര്? ആ എനിക്കറിയില്ലേ, ഉണ്ണികളെ എന്തിനാ അവരോട് സോറി പറഞ്ഞേ? അതാ ഉറങ്ങണ ആളുടെ മോന്തം മൂത്രമൊഴിച്ച് സ്വന്തം അച്ഛനേലും തല്ലില്ലേ. പിള്ളേരുണ്ട്, അത് വിട്ടെ, നമുക്കുള്ള മൂത്രമൊഴിക്കേ? ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ ചെക്കന്റെ തലയിൽ തന്നെ നിനക്ക് മൂത്രമൊഴിക്കണോ അല്ലേ? മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് കണ്ണ് കണ്ട് പോയതാളിയാ. അളി ലോക്കൽസ് ആട്ടാ, അവിടെ സേഫ് അല്ല, വേം വിടാം. ഈ ലോക്കൽസിനെ കുറെ കണ്ടുള്ളടാ ഈ ഉണ്ണി. നീ കയറി വേണ്ടി ഞാൻ കയറിയിട്ട് പോരെ. കേറ്. എല്ലാരോടും അവിടെ കിടന്നല്ലാതെ ഇതുവഴി വന്നൂടെ? സ്ട്രേറ്റ് ഞാൻ ഈ സുജിത് വാസുവിന്റെ അടുത്തോട്ട് മൂത്രമൊഴിക്കാൻ പോലും ഇനി വണ്ടി എടുത്തോട്ടാ. വണ്ടി എടുത്തോ, പോവാ. പ്രാർത്ഥിച്ചിട്ട് മതി. ഇടിച്ചു തൊലച്ചാൻ. അതല്ല, അജിമോളുടെ കീ കാണാനില്ല. ആ പോക്കറ്റിലങ്ങനെ നോക്ക്. ഇല്ലെന്നേ. നിലത്തുണ്ടാവും. ഇനി പേടിയുടെ അങ്ങനെ പോയി കാണോ? മണപ്പിച്ചോണ്ടിരിക്കും. ഇതെന്തോ വാറ്റാണെന്ന് തോന്നണേ സാർ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ ബെന്നി സാറേ, പ്ലീസ്. ടീച്ചറെ ഈ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മെഡിക്കൽ എടുക്കണം, 2 ജാമ്യക്കാർ വേണം. ചില്ലറ കാര്യം നല്ലത്. ഓ ഇനി ആവർത്തിക്കില്ല സർ, ശരിക്കും. സംഗതി ഞാൻ വിട്ടുതരാം. പക്ഷെ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം. മെഡിക്കൽ നടക്കുന്നു തോന്നല്ല. പക്ഷെ കേസ് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂട്ടത്തിൽ കുടിക്കാത്ത ആരെല്ലാം ഉണ്ടാ? ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂലട്ടാ. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ, വേഗം വാ. ഒന്ന് പാടി. ഇവള് കുടിക്കില്ല. ആണോ? നോക്കട്ടെ, ഒന്ന് നോക്കി. ഹോ, സമാധാനം. കൂട്ടത്തിൽ കുടിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, നീ അവരെയും കൂട്ടി പോകുന്നുണ്ട്. വണ്ടിയിലേക്ക് പോ. മരുമോളം കൊണ്ട് പൊക്കോ. വലിയ ഉപകാരമുണ്ട് സാറേ. ശരി, ചെല്ലി. വാ, നീ വണ്ടി എടുത്തോട്ടാ. ഞാൻ തന്നെ ഓടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോണ്ടേ? എടുക്കാൻ വേണോ? സ്റ്റാർട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. ചവിട്ടി പിടിക്ക്, ബ്രേക്കില് കാല്. മോളെ ഫസ്റ്റിലിട്. ആ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്. ഇനി ഫസ്റ്റിലിട്ട് നേരെ ഫസ്റ്റിലിട്ടു. എടുത്തോ എടുത്തോ. ഇവരുടെ പോക്കാനായിട്ട് വൈപ്പിനെത്തുമ്പോഴേക്ക് ന്യൂ ഇയർ കഴിയും.